ഭഗവാനെ എടുത്തുകൊണ്ട് വസുദേവൻ നടക്കുമ്പോൾ ആദിശേഷൻ തന്റെ 1000 ഫണങ്ങൾ കൊണ്ട് കുട പിടിച്ച് മഴവെള്ളത്തെ തടഞ്ഞു. ശ്രീ പരമേശ്വരൻ തുടങ്ങി 33,000 കോടി ദേവന്മാരും പുഷ്പവൃഷ്ടി ചെയ്തു. താപസ ശ്രേഷ്ഠന്മാർ ശിശുവായ വേദാന്ത പൊരുളിനെ വ്യക്തമായി ദർശിച്ച് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആകാശമാർഗത്തിൽ സഞ്ചരിച്ചു. അവർക്കൊപ്പം ദേവിമാരും ഉണ്ടായിരുന്നു. ഇപ്രകാരം ആഘോഷപൂർവം വസുദേവൻ തന്റെ കരാംബുജങ്ങളിൽ ശിശുവിനെ എടുത്തുകൊണ്ട് ഭക്തിപൂർവ്വം നടന്ന് യമുന നദിയുടെ തീരം പ്രാപിച്ചു. തിരമാലകൾ ഇളകിയുണ്ടായ നുരകളോട് കൂടിയതും വലിയ ചുഴികളുള്ളതും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതുമായ യമുനാ നദിയോട് വസുദേവൻ പറഞ്ഞു, അഖിലേശ്വരനായ ഭഗവാൻ ഇതാ എഴുന്നള്ളുന്നു. എഴുന്നള്ളത്ത് നിർവിഘ്നം തുടരുന്നതിന് സൂര്യാത്മജനായ നീ വേഗത്തിൽ വഴി നൽകിയാലും. യമുന അതനുസരിച്ച് മധ്യത്തിലൂടെ വഴി നൽകി അനായാസമായി ഗോകുലത്തിലേക്ക് പോകാൻ വസുദേവന് സാധിച്ചു. യമുനാ നദി അപ്രകാരം അനായാസമായി കടന്ന് വസുദേവൻ അമ്പാടിയിലെത്തി. ഐശ്വര്യപൂർണമായ നന്ദഗൃഹത്തിൽ വസുദേവൻ സംഭ്രമത്തോടെ പ്രവേശിക്കാൻ തുനിഞ്ഞപ്പോൾ അത്ഭുതം, ആ ഗൃഹത്തിലെ പുറത്തും അകത്തുമുള്ള കവാടങ്ങളെല്ലാം താനേ തുറന്നു. അവിടെയുള്ള ഗോപന്മാരെല്ലാം യോഗമായയുടെ പ്രഭാവം നിമിത്തം ഗാഠനിദ്രയിൽ മുഴുകിയിരിക്കുന്നത് വസുദേവൻ കണ്ടു. പ്രാണനില്ലാത്തവരെ പോലെ നിശ്ചലരായി അവർ കിടക്കുന്നു. വസുദേവൻ യശോദയുടെ സമീപത്തെത്തി അവളുടെ ശയ്യയിൽ തന്റെ ലോകേശ്വരനായ പുത്രനെ കിടത്തി. അവളുടെ പുത്രിയായ യോഗമായയെ എടുത്തുകൊണ്ട് ആരുമറിയാതെ ഇരുട്ടത്ത് മടങ്ങി. ഇപ്രകാരം ദൈവാനുകൂല്യം സിദ്ധിച്ച വസുദേവൻ വിഷ്ണുമായയായ ആ കുമാരിയെ എടുത്തുകൊണ്ട് വീട്ടിലെത്തി ദേവകിയുടെ സമീപം കിടത്തി. അതിനുശേഷം മുമ്പ് താൻ മുറിയിൽ എവിടെയാണോ ബന്ധിതനായി കിടന്നത് അവിടെ ചെന്ന് പഴയതുപോലെ കൈകാലുകൾ തളച്ചിട്ട് ഉറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. കവാടങ്ങളൊക്കെയും അപ്പോൾ മുന്നേ പോലെ അടഞ്ഞു. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ. മഹാമായയാണല്ലോ യഥാർത്ഥത്തിൽ യശോദയുടെ പുത്രിയായി ജനിച്ചത്. ആ ജനനത്തിന് ഒരു ലക്ഷ്യം ഉണ്ട്. ലക്ഷ്യം നേരിടുന്നതിനുള്ള കർമ്മമേ ആ കുഞ്ഞിൽ നിന്നുണ്ടാവുകയുള്ളൂ. മേഘത്തിൽ നിന്ന് ഇടി മുഴങ്ങുന്ന അത്ര ഉച്ചത്തിൽ ആ കുഞ്ഞ് കരഞ്ഞു തുടങ്ങി. ഗാഠനിദ്രയിൽ അമർന്നിരിക്കുന്നവർ പോലും അത് കേട്ടുണർന്നു. കാവൽ കിടന്ന കംസഭൃത്യന്മാരെല്ലാം ഞെട്ടിയുണർന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ അല്പം ഉഴറി. എങ്കിലും ഉടനെ തന്നെ കംസന്റെ അടുത്ത് ഓടി ചെല്ലുക തന്നെ ചെയ്തു. ദുഷ്ടനായ കംസൻ ക്രൂരമായ മുഖം കണ്ട് അവർ സംഭ്രമിച്ചു. അവർ പറഞ്ഞു, അങ്ങയുടെ സഹോദരി പ്രസവിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് മഹാരാജാവെ ഞങ്ങൾ വിവരം അറിയിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 8ാമത്തെ പ്രസവത്തെക്കുറിച്ച് അറിയിക്കാൻ ഭൃത്യന്മാർ ഉടനെ തന്നെ വന്നെത്തുമെന്ന് കംസന് ഭയത്തോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവരമറിഞ്ഞപ്പോൾ അത് തന്റെ മൃത്യുവിന്റെ ലക്ഷണമാണെന്ന് ഓർത്ത് കംസൻ നടുങ്ങി.